നിങ്ങളുടെ ഈഗോ നിങ്ങളെ വളർത്തുകയാണോ അതോ തകർക്കുകയാണോ? 7 ലെവൽസ് ഓഫ് ഈഗോ. ഒരാൾ ജീവിതത്തിൽ ഒന്നും നേടിനാകാതെ പരാജയപ്പെടുന്നു. എന്നാൽ മറ്റൊരാൾ കുറഞ്ഞ പരിശ്രമം കൊണ്ട് ലോകത്തിന്റെ നെറുകയിലെത്തുന്നു. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം? കാരണം മറ്റൊന്നുമല്ല, അവരുടെ ഈഗോ അഥവാ അഹംഭാവമാണ്. നമ്മളിൽ പലരും വിചാരിച്ചിരിക്കുന്നത് ഈഗോ എന്നത് ഒരു മോശം സ്വഭാവം മാത്രമാണെന്നാണ്. എന്നാൽ മനഃശാസ്ത്രപരമായി നോക്കിയാൽ ഈഗോയ്ക്ക് വ്യത്യസ്തമായ 7 തലങ്ങളുണ്ട്. 7 ലെവൽസ് ഓഫ് ഈഗോ. ഇതിൽ ഒന്നാമത്തെ ലെവലിലുള്ളവരെ ലോകം ചവിട്ടിമെതിക്കുമ്പോൾ 7ാമത്തെ ലെവലിലുള്ളവർ സ്വയം ദൈവമായി പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ സ്വന്തം നാശത്തിലേക്ക് നടന്നു പോവുകയോ ചെയ്യും. ഏറ്റവും അപകടകരമായ വസ്തുത, ഭൂരിഭാഗം ആളുകളും തെറ്റായ ഏതോ ഒരു ലെവലിൽ കുടുങ്ങിക്കിടക്കുകയാണ്. എന്നാൽ അവരതറിയുന്നു പോലുമില്ല. ഈ വീഡിയോ അവസാനിക്കുമ്പോഴേക്കും നിങ്ങൾ ഇതിൽ ഏത് ലെവലിലാണ് നിൽക്കുന്നതെന്നും നിങ്ങളുടെ ഈഗോ നിങ്ങളെ വിജയത്തിലേക്കാണോ അതോ നാശത്തിലേക്കാണോ നയിക്കുന്നതെന്നും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. ലെവൽ 1, ദ ഡോർമാറ്റ്. നിങ്ങൾ എത്രയൊക്കെ കഴിവുള്ളവനാണെങ്കിലും സ്വന്തം മൂല്യം തിരിച്ചറിയാത്തിടത്തോളം കാലം ലോകം നിങ്ങളെ വില കുറച്ചേ കാണൂ. ഇതാണ് ഒന്നാമത്തെ ലെവൽ. ജോലിസ്ഥലത്തോ സുഹൃത്തുക്കൾക്കിടയിലോ സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കാതെ എല്ലാവരുടെയും മുൻപിൽ എപ്പോഴും തലകുനിച്ചു നിൽക്കുന്നവരാണിവർ. മനഃശാസ്ത്രം: ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, മറ്റുള്ളവരാണ് എന്നേക്കാൾ മികച്ചവർ എന്ന ചിന്താഗതി ഇവരെ എപ്പോഴും പിന്നോട്ട് വലിക്കുന്നു. ആഘാതം: നിങ്ങളുടെ കയ്യിൽ മികച്ച ആശയങ്ങളുണ്ടാകാം, മറ്റുള്ളവരെക്കാൾ കൂടുതൽ അധ്വാനിക്കുന്നുണ്ടാകാം, പക്ഷെ പ്രതികരിക്കേണ്ടിടത്ത് ശബ്ദമുയർത്താൻ മടിക്കുന്നതുകൊണ്ട് ക്രെഡിറ്റ് മുഴുവൻ മറ്റാരെങ്കിലും കൊണ്ടുപോകും. ലോകം നിങ്ങളെ ഒരു ഡോർമാറ്റ് മാത്രമായിട്ടേ കാണൂ. ലെവൽ 2, ദ പപ്പറ്റ്. ഇവർക്ക് തനിക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി അറിയാം. ഉള്ളിൽ നല്ല കഴിവോ അഭിരുചിയോ ഉണ്ടാകും, എന്നാൽ സ്വന്തം ജീവിതത്തിന്റെ റിമോട്ട് കൺട്രോൾ മറ്റാരുടെയെങ്കിലും കയ്യിലായിരിക്കും. മനഃശാസ്ത്രം: മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ഇഷ്ടമില്ലാത്ത കോഴ്സ് തിരഞ്ഞെടുക്കുന്നവർ, സുഹൃത്തുക്കളുടെ വാക്കുകേട്ട് കരിയർ മാറ്റുന്നവർ എന്നിവരൊക്കെ ഈ ഗണത്തിൽപ്പെടും. ആഘാതം: ലെവൽ 1ലുള്ളവർക്ക് തങ്ങൾ നിശബ്ദരാണെന്ന ബോധ്യമുണ്ട്. എന്നാൽ ലെവൽ 2ലുള്ളവർക്ക് സ്വന്തമായി ഒരു വ്യക്തിത്വം പോലുമില്ലെന്ന് അവർ തിരിച്ചറിയുന്നില്ല. മറ്റുള്ളവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം ജീവിക്കുന്ന വെറും പാവകളാണിവർ. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സ്വന്തമായൊരു ശബ്ദമുയരാത്ത പക്ഷം ലോകത്തിലെ ഏറ്റവും ഉച്ചത്തിലുള്ള ശബ്ദം നിങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങും. ലെവൽ 3യിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫും കരിയറും അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് പറയാം. യഥാർത്ഥത്തിൽ 3999 രൂപ വില വരുന്ന 2 കിടിലൻ ഓൺലൈൻ വീഡിയോ കോഴ്സുകൾ: ഫീമെയിൽ സൈക്കോളജി ഡീകോഡഡ്, ദ മാസ്റ്റർ ക്ലാസ്, അതുപോലെ ഫിറ്റ്നസ് ആഗ്രഹിക്കുന്നവർക്കായുള്ള അൾട്ടിമേറ്റ് കാലിസ്ഥനിക്സ് ഗൈഡ്. ഇവ രണ്ടും നിങ്ങൾക്കിപ്പോൾ തികച്ചും ഫ്രീ ആയി സ്വന്തമാക്കാം. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: വെറും 179 രൂപയ്ക്ക് നമ്മുടെ ചാനലിന്റെ യൂട്യൂബ് ചാനൽ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യുക. ഈ 2 മാസ്റ്റർ ക്ലാസ് കോഴ്സുകൾക്കും പുറമെ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്കായി മാത്രം ലോക്ക് ചെയ്തിരിക്കുന്ന മറ്റ് എക്സ്ക്ലൂസീവ് കോഴ്സ് പ്ലേലിസ്റ്റുകളായ ലുക്ക് മാക്സിംഗ്, ഡാർക്ക് സൈക്കോളജി, ലോകത്തിലെ ഏറ്റവും മികച്ച സ്വയം വികസന പുസ്തകങ്ങളുടെ മലയാളത്തിലുള്ള സമഗ്രമായ ബുക്ക് സമ്മറീസ് എന്നിവയിലേക്കും നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആക്സസ് ലഭിക്കും. ഈ സുവർണാവസരം നഷ്ടപ്പെടുത്താതെ ഇപ്പോൾ തന്നെ താഴെയുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മെമ്പറാകൂ. ലെവൽ 3, ദ വെപ്പൺ, ദ സ്വീറ്റ് സ്പോട്ട്. ഇവിടെ മുതൽ കാര്യങ്ങൾ മാറുകയാണ്. ഈ ലെവലിലുള്ളവർ ഈഗോയെ ഒരു നെഗറ്റീവ് ഊർജ്ജമായല്ല, മറിച്ച് തങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ഇന്ധനമായാണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകത: ഇവർ ഒരു സിസ്റ്റത്തിലെ ഏറ്റവും മൂർച്ചയുള്ള ആയുധമായിരിക്കും. ദ ഷാർപ്പസ്റ്റ് വെപ്പൺ. ഓഫീസിലെ ഏറ്റവും മികച്ച ജീവനക്കാരൻ, ടീമിലെ ഏറ്റവും വിശ്വസ്തനായ ലീഡർ എന്നിവരൊക്കെ ഈ ലെവലിലാണ്. ഇവർ കൃത്യമായി റിസൾട്ട് ഉണ്ടാക്കും, മറ്റുള്ളവരുടെ ബഹുമാനം പിടിച്ചുപറ്റും. അപകടം: ഇത് വളരെ സുരക്ഷിതമായൊരു ലെവലാണ്. അതുകൊണ്ടുതന്നെ ഭൂരിഭാഗം ആളുകളും ഇവിടെ കുടുങ്ങിപ്പോകുന്നു. കാരണം ഈഗോ നിങ്ങളുടെ കാതിൽ വന്ന് മന്ത്രിക്കും: നീ സുരക്ഷിതനാണ്, നിനക്ക് നല്ല ശമ്പളമുണ്ട്, ഇനി എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കുന്നത്? നിങ്ങൾ മറ്റൊരാളുടെ സാമ്രാജ്യത്തിലെ മികച്ച പടയാളിയാണ്, എന്നാൽ ആ സാമ്രാജ്യത്തിന്റെ രാജാവല്ല എന്ന കാര്യം ഓർക്കുക. ലെവൽ 4, ദ ബ്ലൈൻഡ് കിങ്. ലെവൽ 3യിൽ നിന്ന് അമിതമായ ആത്മവിശ്വാസം കൂടുമ്പോൾ ആളുകൾ ലെവൽ 4ലേക്കെത്തും. ഇവിടെ കഴിവ് അതുപോലെ തന്നെയുണ്ടാകും, പക്ഷേ ഈഗോ നിങ്ങളുടെ ജീവിതത്തിന്റെ സ്റ്റിയറിംഗ് വീൽ ഏറ്റെടുക്കും. പെരുമാറ്റം: താനാണ് ഏറ്റവും മിടുക്കനെന്ന അഹങ്കാരം തലയ്ക്ക് പിടിച്ചതോടെ ഇവർ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ കേൾക്കാൻ കൂട്ടാക്കില്ല. നിയമങ്ങളോ വ്യവസ്ഥകളോ തങ്ങൾക്ക് ബാധകമല്ലെന്ന് ഇവർ ചിന്തിക്കാൻ തുടങ്ങും. ആഘാതം: അമിതമായ ഈഗോ ഇവരെ അന്ധരാക്കുന്നു.
ബിസിനസ്സിലോ കരിയറിലോ വലിയ വിജയങ്ങൾ നേടിയ ശേഷം ഈഗോ കാരണം എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർത്ത് കളയുന്ന ആളുകൾ ഈ ലെവലിന്റെ ഇരകളാണ്. ഇവർ സ്വയം നശിക്കാനുള്ള വഴി സ്വന്തമായി വെട്ടിത്തുറക്കും. ലെവൽ 5 ദ മോൺസ്റ്റർ. ലെവൽ 4-ലുള്ളവർ സ്വയം നശിക്കുമ്പോൾ ലെവൽ 5-ലുള്ളവർ തങ്ങൾക്കൊപ്പം ചുറ്റുമുള്ള ലോകത്തെ കൂടി നശിപ്പിക്കും. ഉറവിടം: ഇത് പലപ്പോഴും കുട്ടിക്കാലത്തുണ്ടായ അവഗണനകളിൽ നിന്നോ മാനസിക ആഘാതങ്ങളിൽ നിന്നോ ഉണ്ടാവുന്നതാണ്. സ്നേഹവും അംഗീകാരവും കിട്ടാതെ വരുമ്പോൾ ഇവർ ഉള്ളിലൊരു പ്രതിരോധ മതിൽ തീർക്കും. എനിക്കാരുടെയും സഹായം വേണ്ട, ഞാൻ തന്നെയാണ് ഏറ്റവും ശക്തൻ എന്ന്. ആഘാതം: ഈ ചിന്താഗതി ഇവരെ ക്രൂരന്മാരും സഹതാപമില്ലാത്തവരുമാക്കുന്നു. അധികാരം കയ്യിൽ കിട്ടിയാൽ ഇവർ മറ്റുള്ളവരെ ദ്രോഹിക്കാനും തരം താഴ്ത്താനും മടിക്കില്ല. സ്വന്തം ഈഗോയെ തൃപ്തിപ്പെടുത്താൻ ഇവർ ലോകത്തെ മുഴുവൻ ശത്രുക്കളായി കാണും. ലെവൽ 6 ദ ഡെമി ഗോഡ്. ഇത് ഈഗോയുടെ ഏറ്റവും മനോഹരവും ശക്തവുമായ തലമാണ്. 99% ആളുകൾക്കും ഈ ലെവലിൽ എത്താൻ കഴിയില്ല. ഇവിടെ ഈഗോ വരുന്നത് ഏതെങ്കിലും ട്രോമയിൽ നിന്നല്ല, മറിച്ച് അചഞ്ചലമായ ആത്മവിശ്വാസത്തിൽ നിന്നാണ്. പ്യുവർ സെൽഫ് ബിലീഫ്. സ്വഭാവം: കായിക രംഗത്തോ കലാരംഗത്തോ ഒക്കെ ലോകം കണ്ട ഏറ്റവും മികച്ച പ്രതിഭകൾ ഈ ലെവലിലുള്ളവരാണ്. തോൽവികളെ ഇവർ ഭയപ്പെടുന്നില്ല. ഓരോ പരാജയത്തിനു ശേഷവും കൂടുതൽ ശക്തമായി തിരിച്ചുവരും. തങ്ങളുടെ കരിയറിനോട് ഇവർക്ക് ഭ്രാന്തമായൊരു അഭിനിവേശമുണ്ടായിരിക്കും. ഒബ്സഷൻ. രീതി: പുറമേക്കിവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിനയം കാണിച്ചേക്കാം, എന്നാൽ കണ്ണാടിയിൽ നോക്കുമ്പോൾ താനാണ് ഈ ഫീൽഡിലെ രാജാവെന്ന് ഇവർക്ക് കൃത്യമായി അറിയാം. ഇവർ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായി മാറും. ലെവൽ 7 ദ ഗോഡ് മോഡ്. ലെവൽ 6-ൽ കരിയറിനോടുള്ള ഭ്രാന്തമായ സ്നേഹമായിരുന്നെങ്കിൽ ലെവൽ 7-ലെത്തുമ്പോൾ ആ സ്നേഹമില്ലാതെയാവുകയും വെറും അഹംഭാവം മാത്രം ബാക്കി നിൽക്കുകയും ചെയ്യും. വഞ്ചന: ഇവിടെ നിങ്ങൾ യാഥാർത്ഥ്യം കാണുന്നില്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിൽ ഒരു കള്ളക്കഥയുണ്ടാക്കിയെടുക്കുന്നു. താൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നും താൻ ലോകത്തെ രക്ഷിക്കുകയാണെന്നും ഇവർ വിശ്വസിക്കും. ആത്യന്തിക പരാജയം: വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ തകരുമ്പോഴും തങ്ങളുടെ പഴയ ഫോർമുലകൾ പരാജയപ്പെടുമ്പോഴും ഇവർ അത് തിരുത്താൻ തയ്യാറാവില്ല. കാരണം തങ്ങൾക്ക് തെറ്റുപറ്റില്ലെന്ന് ഈഗോ ഇവരെ പൂർണ്ണമായി വിശ്വസിപ്പിച്ചിട്ടുണ്ടാകും. ഇതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പരാജയം. ഒരു ധാർമ്മിക മുന്നറിയിപ്പ്. എത്തിക്കൽ ഡിസ്ക്ലെയിമർ: ഈഗോ എന്നത് പൂർണ്ണമായും ഒഴിവാക്കേണ്ട ഒന്നല്ല. അത് നമ്മുടെ ആത്മാഭിമാനത്തിന്റെ ഭാഗമാണ്. എന്നാൽ അത് അന്ധമായ അഹങ്കാരമായി മാറുമ്പോഴാണ് അപകടം. സ്വന്തം ഈഗോയെ തിരിച്ചറിയുന്നത് മറ്റുള്ളവരെക്കാൾ ഉയരത്തിൽ പറക്കാനല്ല, മറിച്ച് നമ്മെ തന്നെ മികച്ചൊരു മനുഷ്യനാക്കി മാറ്റാനായിരിക്കണം. നിങ്ങളുടെ ലെവൽ ഏതാണ്? ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ ഈഗോയുടെ 7 തലങ്ങളുമുണ്ട്. നിങ്ങൾ ഏത് ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്? ലെവൽ 3-ലെ സുരക്ഷിത വലയത്തിലാണോ, അതോ ലെവൽ 4-ലെയോ 7-ലെയോ അപകടകരമായ അഹങ്കാരത്തിലാണോ? നിങ്ങൾ ഏത് ലെവലിലാണ് എന്ന് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നമ്മുടെ പ്രീമിയം കമ്മ്യൂണിറ്റിയിലേക്ക് ഒരു പ്രത്യേക ഷൗട്ട് ഔട്ട്. വെറും 179 രൂപയുടെ ചാനൽ മെമ്പർഷിപ്പിലൂടെ 3999 രൂപ വില വരുന്ന ഫീമെയിൽ സൈക്കോളജി ഡീകോഡഡ് ആൻഡ് അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡ് എന്നീ 2 മാസ്റ്റർ ക്ലാസ് കോഴ്സുകളും ഒപ്പം ഡാർക്ക് സൈക്കോളജി, ലുക്ക് മാക്സിംഗ് പോലുള്ള പ്ലേലിസ്റ്റുകളും ഫ്രീയായി സ്വന്തമാക്കാൻ സാധിക്കുന്ന ഈ ഓഫർ ഇപ്പോൾ നമ്മുടെ ചാനലിലെ 500-ലധികം വരുന്ന മെമ്പേഴ്സ് നിലവിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മറ്റുള്ളവർക്കൊപ്പം മുന്നേറാൻ നിങ്ങളും ഇന്ന് തന്നെ ആ ജോയിൻ ബട്ടൺ അമർത്തി നമ്മുടെ മറ്റ് 500 ചാനൽ മെമ്പേഴ്സിനൊപ്പം പങ്കാളിയാകൂ. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടുതൽ മികച്ച വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.